VK സജീവ് ജി, ഈ ഭീകരവിരുദ്ധ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഏറെ ആദരണീയനായ രാജീവ് ചന്ദ്രശേഖർ ജി, മുഖ്യപ്രഭാഷണം നടത്തിയ PK കൃഷ്ണദാസ് ജി, MD രമേശ് ജി, വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കളെ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ദേശസ്നേഹികൾ, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷവും ഭരണപക്ഷവും എന്ത് അനീതിയും എന്ത് ക്രൂരതയും എത്ര വലിയ തെറ്റും കണ്ടില്ല എന്ന് നടിക്കാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ സംഘടിത വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ മത്സരിക്കുമ്പോൾ അതിന്റെ പിന്നിലെ അപകടത്തെ തുറന്നു കാണിക്കുവാൻ ഇത്തരത്തിൽ ഒരു ഭീകരവിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ച LDAയ്ക്കും അതിന് നേതൃത്വം കൊടുത്ത BJPക്കും ആദ്യമേ തന്നെ എന്റെ അഭിനന്ദനങ്ങൾ, ആശംസകൾ. ഈ വൈദ്യവേളയിൽ അധികം സംസാരിക്കുന്നില്ല എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെ ഒരു വലിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും മതമൗലികവാദ ഭീകരവാദികൾക്ക് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഉത്തമ ഉദാഹരണം നിങ്ങൾ ഈ കഴിഞ്ഞ 2 വർഷം എടുക്കണം. 2021 മുതൽ 2023 വരെ. കാരണം ഏറ്റവും അവസാനം ഇസ്രായേൽ ഹമാസ് സംഘർഷം ഉണ്ടായത് 2021-ലാണ്. അന്ന് നമ്മുടെ ഒരു സഹോദരി, ഇടുക്കിയിലെ സൗമ്യ എന്ന സഹോദരി ഹമാസിന്റെ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അന്ന് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ, അന്നിവിടുത്തെ ഭരണകക്ഷികൾ, പ്രതിപക്ഷം ഹമാസിനെ, അവരുടെ നേതാക്കൾ, മുഖ്യമന്ത്രി അന്ന് മന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും ഈ ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാരും ഇപ്പോഴത്തെ ആളുകളുമൊക്കെ ഭീകരവാദികൾ എന്ന് ആദ്യം വിശേഷിപ്പിച്ചു. അവർക്കെതിരെ ഭയങ്കരമായ പ്രതിഷേധവും സൈബർ ആക്രമണവും ഇവിടുത്തെ മതമൗലികവാദികളുടെ ഭാഗത്തു നിന്നുണ്ടായി. അവർക്ക് പിൻവലിക്കേണ്ടതായി വന്നു. ആ മൃതശരീരം ഏറ്റുവാങ്ങാൻ വിമാനത്താവളത്തിലേക്ക് പോയില്ല. അവർക്ക് വേണ്ട ആദരവ് കൊടുക്കാൻ അവരുടെ വീട്ടിലേക്ക് പലരും പോയില്ല, പലരും പോകാൻ മടിച്ചു. എങ്കിലും അവർക്ക് ആദ്യമെങ്കിലും ഒന്ന് പറയുവാനുണ്ടായിരുന്നു, ഹമാസ് ഭീകരവാദികളായിരുന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ അന്ന് ഭീകരവാദികളെന്ന് പറഞ്ഞ നേതാക്കളുടെ ആളുകൾ, ഒരു വ്യക്തി മരിച്ചുപോയെങ്കിലും അവരുടെ പിൻഗാമികൾ, ഭരിക്കുന്ന ഭരണകൂടം, അന്ന് ഭീകരവാദികളെന്ന് ആദ്യം വിശേഷിപ്പിച്ചവർ ഇന്ന് ഹമാസിനെ പോരാളികൾ, സ്വതന്ത്ര സമര സേനാനികൾ എന്നാക്കി വിശേഷിപ്പിക്കേണ്ട അവസ്ഥയിലെത്തിയെങ്കിൽ ഈ 2 വർഷം കൊണ്ട് എന്തുമാത്രം ഈ പാർട്ടികളെ, ഈ മതമൗലികവാദികൾ കീഴ്പ്പെടുത്തി കഴിഞ്ഞു എന്ന് നാം മനസ്സിലാക്കണം. കൂട്ടത്തിൽ വ്യത്യസ്തനായത് ശശി തരൂർ മാത്രമാണ്. ശശി തരൂർ പറഞ്ഞു ഹമാസ് ഭീകര സംഘടനയാണ്. 3 പ്രാവശ്യം എടുത്തു പറഞ്ഞു. അദ്ദേഹം പിന്മാറാൻ തയ്യാറായില്ല. പക്ഷെ നമ്മൾ അദ്ദേഹത്തിനും ഉണ്ടായി മാറ്റം. ആ മാറ്റം കാണാതെ പോകരുത്. അവസാനത്തെ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് പിൻവലിക്കാൻ തയ്യാറായില്ല എങ്കിലും അദ്ദേഹം വീണ്ടും ഒരിക്കൽ കൂടി 4ാമത്തെ പ്രാവശ്യം എടുത്തു പറഞ്ഞില്ല ഹമാസ് ഭീകര സംഘടനയാണ് എന്നതിന്റെ അർത്ഥം തരൂരും കീഴ്പ്പെട്ടു എന്നുള്ളതാണ്. ഇവിടെ നാം മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, ഇസ്രായേലിൽ ഒക്ടോബർ 7-ാം തീയതി നടന്ന ആ ക്രൂരമായ ഭീകരാക്രമണത്തിന്റെ 4ാം ദിവസം ഹമാസിന്റെ നേതാവ് പറഞ്ഞു, ഞങ്ങളുടെ ലക്ഷ്യം ഇസ്രായേൽ മാത്രമല്ല, ഞങ്ങളുടെ ലക്ഷ്യം ലോകം മുഴുവൻ ഇസ്ലാമിന് കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. നാം മനസ്സിലാക്കണം, ഇസ്ലാമിക ഹമാസിന്റെ നേതാവ് സ്വപ്നം കാണുന്ന കാലിഫേറ്റിൽ, ആ ഇസ്ലാമിക രാജ്യത്തിൽ പെടുന്നതാണ് ഈ ഭാരതം, ഈ കേരളം, ഈ കോഴിക്കോട്, ഈ മുതലക്കുളം മൈതാൻ. അത് മറന്നുകൊണ്ടാണ് ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും അവരെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി മത്സരിക്കുന്നത്. ഈ ഹമാസിന്റെ നേതാവിന്റെ സ്വപ്നം തന്നെയായിരുന്നു ഒസാമ ബിൻ ലാദന്റെ സ്വപ്നം, അബൂബക്കർ അൽ ബാഗ്ദാദിയുടെ സ്വപ്നം, അബ്ദുൽ നാസർ മദനിയുടെ സ്വപ്നം. ഇതൊക്കെ തന്നെയായിരുന്നു. ഈ സ്വപ്നം തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെയും സ്വപ്നം. അവരിപ്പോൾ കുറച്ചുപേർ ജയിലിൽ കിടക്കുന്നുവെങ്കിലും അവരുടെ നേതാക്കൾ, അവരുടെ ബുദ്ധി കേന്ദ്രങ്ങൾ, അവരുടെ പരിശീലകർ, അവർക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്തുന്നവർ ഇന്ന് തീഹാർ ജയിലിലാണെങ്കിലും അവർ പരിശീലിപ്പിച്ച വളരെ എക്സ്ട്രീം ആയിട്ടുള്ള
ഏറ്റവും അപകടകാരികളായിട്ടുള്ള തീവ്രവാദികൾ ഇന്ന് യൂത്ത് ലീഗിലുണ്ട്. യൂത്ത് ലീഗുകാരായി യൂത്ത് കോൺഗ്രസിലുണ്ട്, SFIയിലുണ്ട്, KSUവിലുണ്ട്, കേരള കോൺഗ്രസിലുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിയിലുണ്ട്. അവരൊരു അവസരം കാത്തിരിക്കുകയാണ്. അവരുടെ ഒരു പ്രതീക്ഷ, അവരുടെ ഒരു അവസാന പ്രതീക്ഷ 2024 ആ 24 വീണ്ടും അധികാരത്തിൽ കോൺഗ്രസ് പോലുള്ള ഇപ്പോൾ 5 ആയിട്ട് വിഘടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ഇന്ത്യയെ. INDIA ഇപ്പോഴേ തന്നെ 5 ആയിട്ട് വിഘടിപ്പിച്ചിരിക്കുകയാണ് ഈ ഭാരതത്തെ. അവർ ഭരണത്തിൽ വരുമെന്നും ഈ നേതാക്കളെ ജയിലിൽ നിന്ന് തിരിച്ചയക്കുമെന്നും നിരോധിച്ച 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ വീണ്ടും പ്രാബല്യത്തിൽ വരുമെന്നും ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും സഹായത്തോടുകൂടി തങ്ങൾക്ക് തങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്നും കരുതിക്കൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ കയറി നിൽക്കുന്ന ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ അവർ പരിശീലിപ്പിച്ച വളരെ അപകടകാരികളായ അണികൾ 24 വരെ കാത്തിരിക്കുകയാണ്. അതിനുശേഷമാണ് അവർ അവരുടെ തനി സ്വഭാവം പുറത്തെടുക്കാൻ പോകുന്നത്. അതുവരെ നമ്മൾ കാത്തു നിൽക്കരുത്. കാരണം ഇത് തന്നെയായിരുന്നു മത തീവ്രവാദികൾക്കെതിരെ ശബ്ദിക്കാൻ കഴിയാത്ത രാഷ്ട്രീയക്കാരായിരുന്നു 90കളിൽ കാശ്മീരിലും ഉണ്ടായിരുന്നത്. അവരെ നിയന്ത്രിക്കാൻ അവർക്ക് സാധിച്ചില്ല. ഒരു രാത്രി നേരം പുലരുമ്പോൾ അവരുടെ ഭിത്തികളിൽ, കശ്മീരിന്റെ ഭിത്തികളിൽ എഴുതി ലീവ്, കൺവേർട്ട് ഓർ ഡൈ. ഒന്നുകിൽ ഇവിടം വിട്ടു പോകുക, അല്ലെങ്കിൽ ഇസ്ലാം മതം സ്വീകരിക്കുക, അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാകുക. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നമസ്കാരത്തിന് ശേഷം അവിടുത്തെ പള്ളികളിലും ആ ശബ്ദം മുഴങ്ങി ലീവ്, കൺവേർട്ട് ഓർ ഡൈ. എങ്ങനെ പോകണം? ഇവിടുന്ന് വിട്ടുപോകണമെങ്കിൽ പ്രായപൂർത്തിയായ ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ചിട്ട് വേണം നിങ്ങൾ പോകേണ്ടത്. പിന്നെ കണ്ടത് ചരിത്രമാണ്. സമാനതകളില്ലാത്ത ക്രൂരതകളുടെ പണ്ഡിറ്റുകളുടെ ഉന്മൂലനമാണ് കണ്ടത്. അവർക്ക് ഓടിപ്പോരാൻ ഡൽഹി ഉണ്ടായിരുന്നു. നമ്മൾ എവിടോട്ടാണ് ഓടുന്നത്? അറബിക്കടൽ, സഖ്യപർവ്വതം. വടക്കോട്ട് പോയാലോ സ്നേഹത്തിന്റെ കട തുറന്നു വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് ചെന്നാൽ സമ്മാനം നമുക്ക് റെഡിയാണ്. അപ്പോൾ കാശ്മീരിനെ ഇന്ന് സമാധാനത്തിലേക്ക് കൊണ്ടുവന്നുവെങ്കിൽ ഒരു ശക്തമായ ഒരു ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ന് കാശ്മീർ പഴയ നിലയിലേക്ക് തിരിച്ചു വന്നത്. പണ്ഡിറ്റുകൾക്ക് ഇത്രയും കാലഘട്ടങ്ങൾക്ക് ശേഷം നീതി കിട്ടിയതും ശക്തമായ ഒരു ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കേരളത്തെ രക്ഷിക്കണമെങ്കിൽ ഈ ഒരവസ്ഥയിൽ കേന്ദ്രത്തിന് മാത്രമേ സാധിക്കൂ. അത് കേന്ദ്രത്തിൽ ഇന്ത്യയെ വിഘടിപ്പിക്കുന്ന ഒരു ഗവൺമെന്റ് അല്ല വരേണ്ടത്. ശക്തമായ ഭീകരതയ്ക്കെതിരെ ശക്തമായ ഒരു നിലപാടെടുക്കുന്ന, ദേശീയതയ്ക്കെതിരെ വേണ്ടി നിലകൊള്ളുന്ന ഒരു ശക്തമായ മോദി ചെയ്തതുപോലൊരു അതേ ഗവൺമെന്റ് തന്നെയാണ് വീണ്ടും അധികാരത്തിൽ വരേണ്ടത്. അതിന് കിട്ടുന്ന ഒരവസരവും നാം പാഴാക്കാൻ പാടില്ല. കാര്യം ലോകമെമ്പാടും അഭയാർത്ഥികളെ പല രീതിയിൽ വിളിച്ചു കയറ്റി സ്വാഗതം ചെയ്തവരൊക്കെ ഇന്ന് ദേശീയതയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. നിൽക്കാൻ അവർക്ക് അവരുടെ രാജ്യത്ത് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആ ദേശീയതയോടൊപ്പം നമ്മളും നിലകൊള്ളണം, ഞങ്ങളും ഉണ്ടാകും ആ ദേശീയതയ്ക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വന്ദേ ഭാരതം. അടുത്തതായി MKC സംസ്ഥാന ജനറൽ സെക്രട്ടറി MN ഗിരി സംസാരിക്കും. ആദരണീയ യോഗാധ്യക്ഷൻ, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ കേന്ദ്രമന്ത്രി, പ്രിയപ്പെട്ട MT രമേശ് ജി, അതുപോലെ ശോഭാജി, PV രാജേന്ദ്രൻ അടക്കം NDAയുടെയും BJPയുടെയും സമാരാധ്യരായ നേതാക്കൾ, പ്രിയപ്പെട്ടവരെ, ഈ വൈകിയ വേളയിൽ 1-2 വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ മുതലക്കുളം മൈതാനത്ത് ഒരു ഭീകര വിരുദ്ധ സദസ്സ് NDAക്ക് സംഘടിപ്പിക്കേണ്ടി വന്നു. കേരളം പോലെ ഏറ്റവും വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും എല്ലാം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത്, കോഴിക്കോട് പോലെയുള്ള ഒരു സ്ഥലത്ത്, കേരളത്തിന്റെ ഏകദേശം 4 കേന്ദ്രങ്ങളിൽ ഭീകരവിരുദ്ധ സദസ്സുകൾ NDAക്ക് സംഘടിപ്പിക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണത്? ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ കേന്ദ്രത്തിൽ നിന്നും
ഓൺലൈൻ വഴി കേരളത്തിൽ ഒരു ഭീകരവാദിക്ക് പ്രസംഗിക്കാനുള്ള അവസരം സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ പ്രതിപക്ഷവും അടക്കം നടത്തിയ സാഹചര്യത്തിൽ നമുക്കത് തുറന്നു കാണിക്കണ്ടേ? ഭീകരത എവിടെയുണ്ടോ അവിടെ ഒരിക്കലും വികസനവും സമാധാനവും ഉണ്ടാവില്ല എന്ന ബോധ്യമുള്ള നരേന്ദ്രമോദിജി അധികാരത്തിലുള്ള ഈ ഇന്ത്യ മഹാരാജ്യത്ത് കേരളം പോലുള്ള ഒരു സ്ഥലത്ത് സംസ്ഥാന സർക്കാരിന്റെ ഒത്താശയോടുകൂടി, പോലീസിന്റെ ഒക്കെ ഒത്താശയോടുകൂടി ഭീകരർക്ക് ഓശാന പാടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെതിരെ പ്രതികരിക്കാൻ ഈ കേരളത്തിൽ ഒരു പ്രതിപക്ഷമുണ്ട്, അത് NDA ആണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ഭീകര വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചത്. നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ മന്ത്രിക്കെതിരെ ഈ സംസ്ഥാന സർക്കാർ കേസെടുത്തിരിക്കുന്നു. എന്തിനാണത്? കളമശ്ശേരിയിൽ, ഇന്ത്യയിൽ മറ്റെങ്ങുമില്ലാത്ത ഒരു ഭീകര സംഭവം ഉണ്ടായി കളമശ്ശേരിയിൽ. ഞാൻ എറണാകുളംകാരനാണ്, എന്റെ അടുത്താണ് ആ സംഭവം നടന്നത്. കളമശ്ശേരിയിൽ ഒരു പ്രാർത്ഥനാ കേന്ദ്രത്തിൽ ഒരു ബോംബ് പൊട്ടിയ ഉടൻ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഒരു വാഹനം, ഒരു നീല കാറ് കടന്നുപോയി എന്നായിരുന്നു പോലീസ് ആദ്യം പറഞ്ഞത്. അതിന്റെ നമ്പർ ശരിയായിരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഒരു മനുഷ്യൻ സ്വമേധയാ വന്ന് ഫേസ്ബുക്കിലൂടെ ഒരു പ്രസ്താവന നടത്തുകയാണ്, ഞാനാണ് ബോംബ് വെച്ചത് എന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ അയാളെ അറസ്റ്റ് ചെയ്യുന്നു. അതിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നു. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോ കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് ഇത്രയ്ക്ക് സംവിധാനങ്ങളുള്ള മുട്ടിന് AI ക്യാമറകളുള്ള ഒരു സംസ്ഥാനത്ത് ഒരു പ്രഭാഷണം നടത്തുന്ന പ്രാർത്ഥനായജ്ഞം നടക്കുന്ന ഒരു കേന്ദ്രത്തിൽ ബോംബ് സ്ഫോടനം ഉണ്ടാവുന്നു. അത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ സംസ്ഥാന സർക്കാർ ഈ ഭീകരർക്ക്, ഹമാസിന് അവർക്ക് ഓശാന പാടുന്നു. അതിന്റെ പേരാണ് പാലസ്തീൻ ഐക്യദാർഢ്യം എന്ന്. പാലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തെ ജനങ്ങളെ കയ്യിൽ കൊണ്ടു നടന്ന രാജ്യമാണ് ഇന്ത്യ. അവിടെയുള്ള ജനങ്ങൾക്ക് ആ രാജ്യത്തിന് അംഗീകാരം വേണമെന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ പ്രധാനമന്ത്രി. അത്തരത്തിൽ ഇവിടെ ജനങ്ങൾക്ക് ഉപദ്രവമുണ്ടാവുന്ന ഒരു കാര്യവും ചെയ്യാൻ അനുവദിക്കാത്ത ഒരു പ്രധാനമന്ത്രി, ഭീകരർക്കെതിരെ പല്ലും നഖവും ഉപയോഗിക്കുന്ന ഒരു പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രി ഭരിക്കുന്ന രാജ്യത്ത്, കേരളം എന്ന സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഒരു പ്രവർത്തനം നടത്തുന്നതിനെതിരെ ജനങ്ങളുടെ മനസ്സുകളിലേക്ക് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി നടത്തിയ ഈ ഭീകര വിരുദ്ധ സദസ്സിന് നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെയും ശ്രീ സുധീന്ദ്രനാഥ് നയിക്കുന്ന കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെയും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ജഗൻ. അടുത്തതായി VB രാജേന്ദ്രൻ, SJD സംസ്ഥാന അധ്യക്ഷൻ. ബഹുമാനപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ, ഇന്ത്യയുടെ ചെയർമാൻ അഡ്വക്കേറ്റ് VK സജീവൻ, അതുപോലെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഇന്ത്യയുടെ നേതാക്കന്മാരായിട്ടുള്ള ശ്രീ MD രമേശ്, ശോഭാ സുരേന്ദ്രൻ, CK ജാനു, MA ഗിരി, സന്തോഷ് കാളിയത്ത്, മറ്റു സഹോദരന്മാർ. ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് 2014 അധികാരത്തിലേറ്റപ്പോൾ നമ്മൾ വിളിച്ച മുദ്രാവാക്യത്തിന്റെ പ്രധാന ഒന്നായിരുന്നു ഭാരതത്തിൽ വർഗീയതയ്ക്കും ഭീകരപ്രവർത്തനത്തിനും അതോടൊപ്പം തന്നെ അഴിമതിക്കുമെതിരായിട്ടുള്ള ഒരു ഗവൺമെന്റ് ആയിരിക്കും അധികാരത്തിൽ വരിക എന്നുള്ളത്. ഏതാണ്ട് എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും വിജയിച്ചുകൊണ്ട് ഇന്ത്യയിൽ അഴിമതിക്കെതിരായി പോരാടിക്കൊണ്ട്, വർഗീയതയ്ക്കെതിരായി പോരാടിക്കൊണ്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ ഏതാണ്ട് 9 വർഷവും ഏതാണ്ട് 9 മാസവും കഴിഞ്ഞിരിക്കുകയാണ്. ഈ വരുന്ന 2024 തെരഞ്ഞെടുപ്പോടുകൂടി
ഭാരതത്തിലെ ജനങ്ങൾ എല്ലാവരും തന്നെ യഥാർത്ഥത്തിൽ പറഞ്ഞ വാക്കു പാലിച്ചിട്ടുള്ള ഇന്ത്യയിലെ യുവാക്കൾക്ക് തൊഴിൽ കൊടുത്തിട്ടുള്ള ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ വീണ്ടും അധികാരത്തിൽ ഏൽപ്പിക്കുവാൻ കാത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ഹമാസ് ഭീകരവാദികളുടെ സഹായത്തോടുകൂടി ഇന്ത്യയിൽ ഭീകരപ്രവർത്തനം നടക്കില്ല എന്നുള്ളത് ജമ്മു കാശ്മീർ അടക്കമുള്ള രാജ്യത്തെ പ്രവർത്തനത്തിലൂടെ കാട്ടിയിട്ടുണ്ടും കേരളത്തിൽ ഭരിക്കുന്ന ഇടതുപക്ഷ നേതൃത്വത്തിലുള്ള ഗവൺമെന്റും UDFന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസും അടക്കമുള്ളവര് അത്തരക്കാരെ സഹായിച്ചുകൊണ്ട് കേരളം ഒരു തീവ്രവാദ പ്രവർത്തനത്തിന്റെ കേന്ദ്രമാക്കുവാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് EK നയനാർ ആദ്യ കാലഘട്ടത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിലെ മലബാർ പ്രദേശങ്ങളിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് എന്ന് അന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ശ്രീ O രാജഗോപാലൻ പറഞ്ഞപ്പോൾ ആ രാജേട്ടൻ പറഞ്ഞ വാക്കുകളൊന്നും വിലക്കെടുക്കാതെ അന്ന് കോൺഗ്രസും മാർക്സ് പാർട്ടിയും അന്ന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുവാനാണ് ശ്രമിച്ചത്. അതിന്റെ യാഥാർത്ഥ്യം ഇന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഏത് ഭീകരവാദികൾക്ക് താവളമാക്കി മലബാറിനെയും കേരളത്തിനെയും മാറ്റാനുള്ള ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഐക്യജനാധിപത്യത്തിന്റെയും പ്രവർത്തനത്തെ അതിശക്തമായി എതിർത്തുകൊണ്ട് NDAയുടെ നേതൃത്വത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ശക്തി പ്രാപിക്കുവാൻ വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി ശ്രമിക്കണമെന്ന് ഈ ചുരുങ്ങിയ സമയത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉദ്ധരിക്കുന്നു. ചോദിച്ചിരുന്നാളുടെ എല്ലാ സഹായങ്ങളും ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ഉദ്ധരിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ. ഇനിയും നമ്മുടെ ഘടകകക്ഷി നേതാക്കൾ സംസാരിക്കാനുണ്ട്. സമയപരിമിതി കൊണ്ട് നമ്മൾ ഈ പരിപാടി ചുരുക്കുകയാണ്. നന്ദി രേഖപ്പെടുത്തുന്നതിനായി സന്തോഷ് കാളിയത്ത് KKCയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യ അധ്യക്ഷൻ, ഇവിടെ എത്തിയിട്ടുള്ള NDAയുടെ സമന്നതരായ നേതാക്കളെ, സുഹൃത്തുക്കളെ, നന്ദി പ്രകാശിക്കുക എന്നതിൻ്റെ കടമ നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടിരിക്കുന്ന മുഴുവൻ ആളുകളും പാലസ്തീനെതിരല്ല, നമ്മൾ ഗാസയ്ക്കും ഭീകര പ്രവർത്തനങ്ങൾക്കും എതിരായുള്ള ഒരു റാലിയാണ് ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടത്. ആ റാലിയിൽ പങ്കെടുത്ത ഇത് ഉദ്ഘാടനം ചെയ്ത കേന്ദ്രമന്ത്രിക്കും അതുപോലെ അധ്യക്ഷം വഹിച്ച ജില്ലാ NDAയുടെ ചെയർമാനും അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന മുഖ്യ പ്രഭാഷണം നടത്തിയ കൃഷ്ണദാസിക്കും ശോഭ സുരേന്ദ്രജിക്കും എല്ലാവർക്കും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ NDAയുടെ ജില്ലാ കമ്മിറ്റിയുടെ പേരിലും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഈ പൊതുസമ്മേളന പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു.